നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു യൂനോ കാർഡിനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ യൂനോ കളി കളിക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്ന പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് ഇന്ന് യൂനോ അറിയാം. അപ്പൊ യൂനോ കാർഡിനെ കുറിച്ചുള്ള എല്ലാം അറിയാലോ, മാസ്റ്റർ കാർഡും എല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ കളിച്ചാൽ മതി കേട്ടാ. അപ്പം ഇതിൽ ഷഫിൾ കാർഡ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഷഫിൾ കാർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കളി അധികം നീളത്തില്ല, പെട്ടെന്ന് തീരും. ഷഫിൾ കാർഡ് ഉണ്ടെങ്കിൽ കളി നീളാതെ ഇങ്ങനെ നീണ്ടു പോകത്തുള്ളൂ. ഓക്കെ, തീരാതെ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ ഷഫിൾ ചെയ്ത് വെച്ചേക്കുക. ഇനി ഇത് നമുക്ക് വീതിക്കാം. ഒരാൾക്ക് 7 കാർഡ് വെച്ചാണ്. അപ്പൊ 7 കാർഡ് തരാൻ പോവുക. 7. അപ്പൊ എല്ലാവർക്കും 7 കാർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇനി ഇത് ബാലൻസ് കാർഡ് ഇവിടെ ഇങ്ങനെ വെക്കുക കേട്ടാ. ഷഫിളൊക്കെ ചെയ്ത് വെച്ചേക്കുക. ഷഫിൾ എല്ലാവർക്കും ഉണ്ടോ? നിക്ക് എല്ലാരും കാർഡ് ഷഫിൾ ചെയ്ത് ലെവൽ ചെയ്ത് വെക്കുക. എന്നിട്ട് കളി സ്പീഡാക്കാൻ വേണ്ടി നമുക്കത് ഇതാവും. ആമിന ഷഫിൾ ചെയ്തത് ശരിയായില്ല. അത് കുഴപ്പമില്ല, അത് ഇനി അപ്പൊ ആമിന തിരികെ എല്ലാവർക്കും ഓരോരുത്തരുടെ വാക്കിനനുസരിച്ച് ഷഫിൾ ചെയ്ത് കയ്യിൽ വെക്കുക. എന്നാലേ സ്പീഡിൽ ഇറക്കാക്കത്തുള്ളൂ. 100 വട്ടം കാണിച്ച് ആയിഷ ഈ കളി ഭയങ്കര കോൺസെൻട്രേഷൻ ആയിട്ടുള്ള കളിയാണോ അവിടെ? അതുകൊണ്ടാണ് പിള്ളേരൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെ കാർഡ് ഇട്ട് തീർക്കാന്നുള്ളതാണ് ഈ കളിയുടെ ഒരു പ്രത്യേകത. നമ്മളെ കയ്യിലിരിക്കുന്ന 7 കാർഡ് എങ്ങനെ ഇട്ട് തീർക്കാം. അപ്പൊ കള്ളക്കളിയൊക്കെ കളിക്കാം. കള്ളക്കളി എന്ന് കളിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, പിഴ അങ്ങോട്ട് തരും. കാർഡ് അടിപൊളി കാർഡ് എടുത്താ എന്റെ റിവേഴ്സ് എന്റെ ആളി ഇല്ലെങ്കിൽ അതിന്ന് എടുക്കണം. അത് മുമ്പത്തെ കളിയിൽ പറഞ്ഞു എന്റെ ആളിയല്ലേ കളർ ചേഞ്ച് ഇങ്ങനെയല്ലേ? അല്ല, തിരിഞ്ഞാ കളർ ചേഞ്ച് ടു ഗ്രീൻ. യുനോ ഗ്രീനോ? ഐശക്ക് അവനൊക്കെ കളിക്കാൻ അറിയാവോ? ആദ്യം എനിക്ക് പറ്റിയെന്നു എന്താ കളിക്കാൻ അറിയാവുന്ന തക്കതായ സമയത്ത് എനിക്ക് പണി വന്നു. കളി ആയിഷ അങ്ങനെ എടുത്തു നോക്കിട്ട് വെക്കാണെന്ന് നോക്കത്തൊന്നുമില്ലേ? ആ ഇത് ആദ്യത്തെ വിലക്ക. ഇല്ല, വിളിക്കാക്കത്തില്ല. അതെല്ലാം മാസ്റ്റർ കാർഡ്, അതിലൊന്നും വിളിക്കാക്കത്തില്ല. ഇട്ടാ ഇനി എന്റെ ആള് ഏത് കളറാ വിളിച്ചത്? ഇല്ല റിവേഴ്സ്. ആമിനാളി ഇനി ഇങ്ങനാണ് ഇത്. ഇനി ആമിനാളി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്നോണ്ടാണ് ഇതിങ്ങനെ കളർ ചേഞ്ച് എങ്കിലും വരികടി. ആമിന എന്റെ ആളി കളി ആരശോട്ടി തോറ്റാ? ഇല്ലില്ല. ആരാ തോറ്റത്? സോയിലാണോ? ഇല്ലില്ല, ആരും തോറ്റിട്ടില്ല. ആരും തോറ്റില്ല. പൊരിഞ്ഞ മത്സരം നടക്കുക. എന്റെ ആളി അതിനിവിടെ എണ്ണയൊന്നും കാണുന്നില്ലല്ലേ? പൊരിയാനാ? അത്രയും വലിയ ചെളിയൊക്കെ അടിക്കണോ? കളി കളി. ഓഹോ, ഞാൻ ഒരെണ്ണം എടുത്ത് കളി നോക്കിയിരിക്കി. കാടി മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പണി നടക്കുന്നില്ല. ഇത് നമ്മള് നല്ല സൂക്ഷ്മതയോടുകൂടി കളിക്കേണ്ടതായതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു കുഴപ്പം വരുന്നത്. അതെന്തൊരു മതയാ? സൂക്ഷ്മത. കളി എനിക്ക് 2 കിട്ടി ഗൈസ്. പെറ്റി കിട്ടി ഗൈസ്. എല്ലാരും യൂനോയി, ഞാൻ മാത്രം. കളർ ചേഞ്ച് ടു ബ്ലൂ. കളി കളി കളി. സീൻ ഡാർക്ക് നാമിന. ഇന്നാ പിടിച്ചോ, 2 പിടി.
കളി അങ്ങനെയാണെങ്കിൽ യൂന ഞാൻ വിളിച്ചു. അല്ല ആമിനെ വിളിച്ചേ, ഫസ്റ്റ് ആമിനെ വിളിച്ചേ. അപ്പൊ എനിക്ക് ആ കള്ളക്കളിയൊന്നും അല്ല, അന്ന് പോയ പാടോട്ടാ കളിക്കുന്ന കളി. എന്നാ ഞാനും റിവേഴ്സ് ഇട്ട് കളി ജയിച്ചടാ. ആമിനെ ജയിച്ചാ? ഇങ്ങോട്ട് നില്ല, ആ തുള്ളലാണ്ടേ. കൊടുത്തോടാ എന്നാടാ എന്റെ ഡോഡ്ജി കളി. 4 മേര ശത്രു ഹേ. ആമിന മേര ശത്രു ഹേ. അങ്ങനെ ഒരു കളർ ചെയ്തിട്ട് റെഡ് 4 പറ്റി. എന്നാ വിളി 1 2 കളി. ജയിച്ചതിന് സന്തോഷമാണോ? എന്താണ് തരാൻ പോണത് ജയിച്ചതിന്? യൂന യൂന ജയിച്ചു. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇട്ട് തീർത്ത് കാർഡ് ഇട്ട് തീർക്കുക എന്നുള്ളതാണ്. ഇന്നലത്തെ ഗെയിമിൽ ആര് തോറ്റി? ഇന്നത്തെ ഗെയിമിൽ ആമിന് തോറ്റി. ഇന്നത്തെ ഗെയിമിൽ ആയിഷ തോറ്റി. നാളത്തെ ഗെയിമിൽ ഞാൻ തോക്കും ഗെയ്സ്. അപ്പൊ അടുത്ത ഗെയിമിൽ നമുക്ക് ഇനിയും കാണാം.